KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ നിർണായക നീക്കവുമായി സുപ്രീം കോടതി VCയെ കോടതി നിയമിക്കും. ഒരു പേര് മാത്രം മുദ്രവെച്ച കവറിൽ നൽകാൻ സുധാൻഷു ധൂലിയ കമ്മിറ്റിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. സർക്കാരും ഗവർണറും സമവായത്തിലെത്താത്തതിനാലാണ് കോടതിയുടെ ഈ അസാധാരണമായ ഇടപെടൽ. ധനസുമോദ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, കോടതി എന്താണ് ഇനി ഈ കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്? നിഷാദ്, ബംഗാളിൽ ഗവർണറും സംസ്ഥാന സർക്കാരും പരസ്പരം പോരടിച്ചു നിന്നപ്പോൾ നടത്തിയ ഇടപെടൽ മാതൃകയിൽ തന്നെ ഒരു നിർണായക ഇടപെടൽ കേരളത്തിൽ ആദ്യമായി സുപ്രീം കോടതി നടത്തുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ സാങ്കേതിക സർവകലാശാലയിലേക്കും ഡിജിറ്റൽ സർവകലാശാലയിലേക്കും സ്ഥിരം VCമാരെ നിയമിക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നത്. കാരണം സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ജസ്റ്റിസ് പർദിവാലയുടെ മുമ്പാകെ തങ്ങളുടെ വാദങ്ങൾ ഗവർണറും സംസ്ഥാന സർക്കാരും ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല, ഈ ഗവർണർ ആവശ്യപ്പെടുന്നത് KTUവിലേക്ക് സിസ തോമസിനെയും പ്രിയ ചന്ദ്രനെ ഡിജിറ്റൽ സർവകലാശാലയും VCമാരായി നിയമിക്കണം എന്നുള്ളതാണ്. സിസ തോമസിന്റെ കാര്യത്തിലാണെങ്കിൽ നേരത്തെയും അവർക്ക് ചുമതല ഉണ്ടായിരുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരുമായിട്ടുണ്ടായിരുന്നു. അവർ വീഴ്ച വരുത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഇരുഭാഗങ്ങളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു സമവായം സാധ്യമല്ല എന്നുള്ള കാര്യം സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, ഇന്നലെ മന്ത്രിമാർ P രാജീവും R ബിന്ദുവും ഗവർണറുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴും ഒരു സമവായത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് സുപ്രീം കോടതിക്ക് മനസ്സിലായത്. ഇതേ തുടർന്നാണ് സ്ഥിരം VCമാരെ നിയമിക്കാനുള്ള നടപടി സുപ്രീം കോടതി ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടം എന്ന തരത്തിലാണ് ഈ പല പേരുകൾ തീരുമാനിക്കാതെ ഒറ്റ പേര് എന്നുള്ളൊരു കാര്യം മാത്രം തീരുമാനത്തിലെത്താൻ അവർ ജസ്റ്റിസ് ധൂലിയ കമ്മിറ്റിക്ക് അറിയിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ധൂലിയ കമ്മിറ്റി നേരത്തെ പല പേരുകൾ മുഖ്യമന്ത്രിക്ക് അക്ഷരമാലാക്രമത്തിൽ സമർപ്പിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയാണ് പിന്നീട് പേര് കണ്ടെത്തി ഒന്നാം പേര്, രണ്ടാം പേര് എന്ന തരത്തിൽ ഗവർണർക്ക് സമർപ്പിച്ചിരുന്നത്. ഇത് പ്രശ്നഭരിതമായതോടുകൂടിയാണ് ഇനി ഒറ്റ പേര് മാത്രം മതി എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇത് മുദ്രവെച്ച കവറിൽ സുപ്രീം കോടതിയിലാണ് സമർപ്പിക്കേണ്ടത്. ബുധനാഴ്ചയ്ക്ക് ഉള്ളിലാണ് സമർപ്പിക്കേണ്ടത്. വ്യാഴാഴ്ച സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് സുപ്രീം കോടതി അറിയിച്ചത്. ശരി, എന്തായാലും KTUവിന്റെ കാര്യത്തിൽ വാശി പിടിച്ച ഗവർണർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് സ്വാഭാവികമായി നമുക്ക് കാണാം. ഗവർണർ പിടിമുറുക്കിയിരിക്കുകയായിരുന്നു. ഒരു സമവായത്തിന് പോകാതെ ആ കാര്യത്തിൽ ഒരു തുറന്ന ചർച്ചയ്ക്കും ഒരു സമവായത്തിനും സർക്കാർ ശ്രമിച്ചുവെങ്കിലും ഗവർണർ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, സർക്കാർ നിർദ്ദേശിക്കുന്ന സംഗതികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന കടുത്ത നില തുടരുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചോളാമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറയുകയാണ്. അപ്പോൾ ഈ കാര്യത്തിലെല്ലാം പരമാധികാരം ഗവർണർക്ക് വിട്ടുകൊടുത്തുകൊണ്ടെന്നാൽ പിന്നെ താങ്കൾ തീരുമാനിച്ചോളൂ എന്ന് പറയുകയല്ല ഇന്ത്യയുടെ സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സമവായം എത്തുന്നില്ല എങ്കിൽ, സമവായത്തിന് ഗവർണറുടെ ആഫീസ് തയ്യാറാവുന്നില്ലെങ്കിൽ തീരുമാനം ഞങ്ങൾ എടുത്തോളാം എന്ന് സുപ്രീം കോടതി പറയുന്നു. വലിയൊരു സംഗതിയാണ്, വലിയൊരു വികാസമാണത്.